ഒരു ഗോത്രവർഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് ഇന്ത്യയിലുള്ളത്. അതിൽ എല്ലാവർക്കും അഭിമാനം കൊള്ളാം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് എന്ന് പറയാം. ഞാൻ വ്യക്തിപരമായി അങ്ങനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു. രാഷ്ട്രപതി ഭവൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിവാഹത്തിന് വേദിയാവുകയാണ്. അങ്ങനെ ഒരു അനുമതി രാഷ്ട്രപതി കൊടുത്തിട്ടുണ്ട്. ഈ രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ വിവാഹം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു CRPF വനിത തന്നെയാണ്. CRPFിൻ്റെ അസിസ്റ്റൻ്റ് കമാൻഡൻ്റായിട്ടുള്ള പൂനം ഗുപ്തയാണ് വധു. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവം തന്നെയാണല്ലേ. കുറച്ചും കൂടെ രാഷ്ട്രപതി ഭവൻ എല്ലാ ആളുകളിലേക്കും എത്തുന്നു എന്ന് വേണ്ടേ കരുതാൻ. ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവൻ വാർത്തയിൽ നിറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രപതിയെ മോശമായിട്ടുള്ള രീതിയിൽ അപഹസിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ സോണിയാഗാന്ധി പരാമർശിച്ചു എന്നതിൻ്റെ പേരിലായി. അതെ അതെ, അത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാകുകയും വിവാദമാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് രാഷ്ട്രപതി ഭവൻ ഒരു വിവാഹ മണ്ഡപമായി മാറുന്നു എന്നുള്ള വാർത്ത ചർച്ച ചെയ്യുന്നു. അതെ, ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നടക്കുമ്പോൾ എന്തെല്ലാമാണ് അത്തരത്തിലുള്ള ഒരു പരിസരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രപതി ഭവനെ കൊണ്ടുപോയത് എന്ന് പരിശോധിക്കുന്നതല്ല. അപ്പം എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതി ഭവനെ ഇങ്ങനെ ആക്കാം. അതായത് ഒരു രാഷ്ട്രപതിയുടെ ഭാവനയിലും അതേപോലെ തന്നെ അവരുടെ ഒരു വിവേചന ബുദ്ധിയിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അവിടെ നിർവഹിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതി ഭവനിലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ നേതൃനിരയിലുള്ള ഒരു സ്ത്രീയാണ് പൂനം ഗുപ്ത. പൂനം ഗുപ്ത വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഓഫീസറാണ്. ബീഹാറിലെ മാവോവാദി കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായിട്ട് പോരാട്ടം നടത്തിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ഓഫീസറെന്ന് പട്ടാള ഓഫീസർ എന്ന നിലക്ക് വളരെ പ്രഗത്ഭയായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിത്തീരുകയും ചെയ്തൊരു വ്യക്തിയാണ്. അവരെ നന്നായിട്ട് അറിയുകയും അവരുടെ കഴിവുകളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് രാഷ്ട്രപതി ഇപ്പോൾ ഈ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും പരീക്ഷയിൽ മികച്ച റാങ്ക് നേടുകയും ചെയ്തിട്ടാണ് ഈ ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള അവരുടെ ഒരു ജോബ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും മികച്ചതാണ്. മാത്രമല്ല രാഷ്ട്രപതിയുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് പോലും പുലർത്തുന്നൊരു വ്യക്തിയാണ്. അതെ അതെ, അങ്ങനെയാണ് ഈ വിഷയം രാഷ്ട്രപതിയുടെ മുന്നിൽ വരികയും രാഷ്ട്രപതി അതിനെ നെഞ്ചേറ്റുകയും ചെയ്തു. ഇപ്പോൾ ഇവരെ വിവാഹം കഴിക്കാൻ, പൂനം ഗുപ്തയെ വിവാഹം കഴിക്കാനായിട്ട് കാശ്മീരിലുള്ള ഒരു അവനീഷ് ഗുപ്ത എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹം ഇതുപോലെ സൈന്യത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹമാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ ആ കോംപ്ലക്സിൽ വെച്ചിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായും. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു മെസ്സേജ്? അത് നേരത്തെ പാർത്ഥൻ സൂചിപ്പിച്ച പോലെ ഈ രാഷ്ട്രപതി ഭവൻ പതുക്കെ ഇങ്ങനെ വികസിച്ച് സാധാരണക്കാരിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കവാടമായിട്ട് മാറുന്നു എന്നുള്ള, അങ്ങനെ മാറ്റാനായിട്ട് ബോധപൂർവം തന്നെ രാഷ്ട്രപതി തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഒരു ആദിവാസി നേരത്തെ ഇതിങ്ങനെ വരുമ്പോൾ ആദിവാസി വനിത രാഷ്ട്രപതിയായിട്ട് വരുന്ന സമയത്ത് നടന്ന ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ ഒന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണല്ലോ. കാരണം BJP എങ്ങനെയാണ് ഈ ആദിവാസികളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നത് ഒരു മെസ്സേജ് പോലെ അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ഈ ഉന്നത സ്ഥാനങ്ങളിലെല്ലാം ഇരുത്തും. അപ്പോൾ പല തരത്തിലും അതിന് ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പാവ മാത്രമായിട്ട് അതൊക്കെ അങ്ങനെ സംഭവിക്കാം. കാരണം രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എപ്പോഴും പല രീതിയിലാണ് കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ ചർച്ചയൊക്കെ നടന്നിരുന്നു. അത് ഒരു വശത്തോടെ നടക്കായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും പാർലമെൻറ്റിലെ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ രാഷ്ട്രപതി നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അസ്വസ്ഥത കൊണ്ടിട്ടാണ് സോണിയാഗാന്ധി അങ്ങനെ ഒരു സംഭാഷണം നടത്തി. രാഷ്ട്രപതി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യൽ അതിൻ്റെ യൂഷ്വൽ പ്രൊസീജിയറാണ്. അവിടെ പക്ഷേ മറ്റൊരു രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ലായിരുന്നു. കണ്ടുപോയതാണ് സോണിയാഗാന്ധിക്ക് പറ്റിയ ചെറിയ അബദ്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ നോക്കുന്ന സമയത്ത് ദ്രൗപദി
എന്ത് ചെയ്തിരിക്കുന്നു, അവരുടെ അധികാരത്തെ അവർക്കിഷ്ടമുള്ള രീതിയിൽ, അവരുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ, അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതുവരെയും ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവത്തിന് വേദിയായിട്ട് രാഷ്ട്രപതി ഭവനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും. ആ സാധ്യതയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും അതെന്തിനു വിനിയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസറെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം. രണ്ട് രീതിയിൽ ആണ് ഇത് നമ്മൾ വായിക്കേണ്ടത്. ഒന്ന്, ഒരു ആദിവാസി അധികാരത്തിലെത്തിയാൽ എങ്ങനെയാണ് സമൂഹത്തിലെ ഇതര വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളെ കാണുക. അപ്പോൾ സ്ത്രീകൾ അവരുടെ പാർശ്വവൽകൃത അവസ്ഥയിൽ നിന്ന് ഉയർത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഒരു ബഹുമതി എന്ന നിലക്ക് തന്നെയാണ് ഈ കല്യാണം അവിടെ വെച്ച് നടത്താനായിട്ട് രാഷ്ട്രപതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടന്ന് രാഷ്ട്രപതി ഭവന്റെ തന്നെ മുഖഛായകൾ മാറാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആദിവാസികൾക്കും അതേപോലെ ദളിതരായിട്ടുള്ള ആളുകൾക്കും സമൂഹത്തിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകൾക്കും എൻ്റെ അടുത്ത് സ്പേസ് ഉണ്ട് എന്ന ഒരു മെസ്സേജ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ആര് കൊടുക്കുന്നുണ്ട്, രാഷ്ട്രപതി കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. പക്ഷേ ഈ കാര്യത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കോമ്പൗണ്ടാണ് രാഷ്ട്രപതി ഭവനും അതോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലവും അതിലുള്ള പലവിധ കെട്ടിടങ്ങളൊക്കെ. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് പോലുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അത്തരക്കാർക്ക്, അല്ലെങ്കിൽ ഭരണത്തലവന്മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ബിസിനസ് പ്രമാണിമാർക്ക്, സെലിബ്രിറ്റികൾക്ക്, സിനിമാ നടന്മാർക്കൊക്കെ മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന രാഷ്ട്രപതി ഭവൻ. ചില അവാർഡുകൾ, അങ്ങനെയുള്ള കർശനമായ സുരക്ഷയുണ്ട്. അവിടേക്കാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ കുറച്ചും കൂടെ മാഷ് പറഞ്ഞതുപോലെ തുറന്നു കൊടുക്കപ്പെടുന്നത്. ഇവിടെ ദ്രൗപദി മുർമു രാഷ്ട്രപതി ആയതിനു ശേഷം ചെയ്ത വേറെ ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ രാജ്യത്ത് അധകൃതരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതകൾ, അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിലെ ഈ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനകൾ, ഗോത്ര സംഘടനകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് അവർക്ക് ചായ സൽക്കാരം നടത്തുക, അവരെ ഈ രാഷ്ട്രപതി ഭവനിലെ അതിഥികളായി ഒരു ദിവസം താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുക. ഇത്തരം ചില കാര്യങ്ങൾ കൂടി നാഷണൽ മീഡിയസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പോൾ ദ്രൗപദി മുർമു താൻ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സൂചന ജനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് കൊടുക്കണം. അത് കൊടുക്കലിൽ തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സാധ്യത. അത് രാഷ്ട്രീയ സാധ്യതയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ഫലപ്രദമായി മാറണമെങ്കിൽ ദ്രൗപദി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. അതായത് രാഷ്ട്രപതി ഭവനിലേക്ക് വലിയ വലിയ ബിസിനസ്സുകാർ, രാഷ്ട്രത്തലവന്മാർ, വലിയ സെലിബ്രിറ്റികൾ, അവർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് അവർക്ക് മാത്രമല്ല പ്രവേശനം, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും എന്നുവെച്ചാൽ ആദിവാസികൾക്ക് ഒക്കെ ഇവിടെ വരാം, ഞാനിരിക്കുന്നിടത്തോളം കാലം അവരെൻ്റെ ഒരു പാർട്ടാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല, വലിയ വലിയ മാറ്റം അതിലുണ്ടാക്കും. അത് തന്നെയാണ് BJP ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ ദളിതർക്കും അതേപോലെ തന്നെ ആദിവാസികൾക്കും തീർച്ചയായിട്ടും BJP ഒരു കൈത്താങ്ങായിരിക്കുമെന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അവർ ഈ ദ്രൗപദിയെ രാഷ്ട്രപതിയായിട്ട് നിയമിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചിരുന്നു. അത് കുറച്ച് വർക്കബിൾ ആവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെയാണ് വർക്കബിൾ ആവേണ്ടത്. അങ്ങനെ വർക്കബിൾ ആകുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണല്ലോ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം. കാരണം നമ്മളെന്തെല്ലാം പറഞ്ഞാലും യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരുതരം വിവേചനമില്ലാത്ത രീതിയിൽ അവർക്ക് അവിടെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ പുറത്ത്. അപ്പോൾ ഈ വിവേചനമില്ലാതെ നമ്മുടെ രാജ്യത്ത് എല്ലാ ആളുകൾക്കും ജീവിക്കാനായിട്ട് പറ്റണം. അതിനുള്ള സ്റ്റെപ്പുകൾ, അതിനുള്ള നടപടിക്രമങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കണം. ഇതൊക്കെ ഇല്ലാതാവും എന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ മതി, ഇല്ലാതാവണമെന്നില്ല. കാരണം ഈ പണവും അതേപോലെ തന്നെ ജാത്യാചാരങ്ങളും അതേപോലെ ഈ വംശീയമായിട്ടുള്ള വിഘടനങ്ങളും വിവേചനങ്ങളും ഒക്കെ എളുപ്പത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഭൂതങ്ങളല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഒരു ഈക്വൽ പൊസിഷനിലേക്ക് ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം എങ്കിൽ. അതിന് ഒരുപാട് വഴികൾ ഇനി നമുക്ക് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. പക്ഷേ ആ യാത്രയിൽ ഒക്കെ ഇതൊക്കെ വലിയ വലിയ വെളിച്ചങ്ങളാണ് ശരിക്കും പറഞ്ഞത്. ഈ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് ദളിതർക്കും ആദിവാസികൾക്കും ഇടയ്ക്ക് ചായ സൽക്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ ഇത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മിംഗ്ലിംഗ് പ്രോസസ്സിലേക്ക് എത്തിച്ചേരുകയും അപ്പോൾ അവരധികാരത്തിലെത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ആ അധികാരത്തിലെത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയ
ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമിക്കുന്നു. ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഇങ്ങനെ സ്ത്രീകളെ ഉയർന്ന തലത്തിൽ അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തുക. അത് വനിതാ ഓഫീസറെ യഥാർത്ഥത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറിത്തരികയാണ് ചെയ്യുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയും. അത് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇത് പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചാതുർവർണ്ണത്തിൻ്റെ വക്താവാണ് എന്നൊക്കെ ഒരു പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇത്തരത്തിലൊരു കാര്യങ്ങൾ കൂടെ നടക്കുന്നത്. ഇപ്പം മാഷ് പറഞ്ഞ ഒരു കാര്യം കൂടെ, അതായത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ജാതി കൊണ്ട് വല്ലാതെ ഇങ്ങനെ കലുഷിതമായൊരു സ്ഥലമാണ്. നമ്മൾ കേരളത്തിലെ ആളുകൾ ഈ ജാതിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ജാതി വിരുദ്ധരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചാതുർവർണ്ണ്യം എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു കല്യാണ ആലോചന വരുമ്പോൾ പോലും അവിടെ പോലും സത്യത്തിൽ ജാതി കൺസെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അല്ല, ഇത് അങ്ങനെ എങ്ങനെയാണെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കല്യാണം കഴിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ പലപ്പോഴും എന്താണ്, ഈ ഒരു ജാതിയിൽപ്പെട്ട ഒരാൾ വേറെ ജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊന്നുകളയാം. ഈ അഭിമാനക്കൊല എന്ന് പറയുന്നതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അപൂർവമാണ് എന്നുള്ളത് ശരിയാണോ, ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും അതുണ്ട്. മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ ജാതി മുദ്രിതമായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മാറണം. ഇവരൊക്കെ മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഒതുങ്ങി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ ജാതി പിശാച് ഒതുങ്ങി നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ തുറന്നു വിട്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കി കഴിഞ്ഞാലും ഈ ഭൂതങ്ങളിങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റുകളാണ് രാഷ്ട്രീയത്തിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെ മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്നല്ലാണ്ട് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.